قال الله تعالى في قرآنه الكريم: شرع لكم من الدين ما وصى به نوحا والذي أوحينا إليك وما وصينا به إبراهيم وموسى وعيسى أن أقيموا الدين فلا تتفرقوا فيه كبر على المشركين ما تدعوهم إليه الله يجتبي إليه من يشاء ويهدي إليه من ينيب. صدق الله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകമായി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികൾ എന്ന നിലയിൽ നമ്മളൊക്കെ തൗഹീദിൻ്റെ പ്രബോധകരാണ്, തൗഹീദിൻ്റെ പ്രചാരകരാണ്. തൗഹീദിന് അധികാരമുള്ള ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള കഠിനാധ്വാനത്തിൽ ഏർപ്പെടുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഞാനിവിടെ ഓതി വച്ചത് സൂറത്ത് ശൂറയിലെ 13-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹ് അലൈഹിസ്സലാം അദ്ദേഹത്തോട് നാം ഉപദേശിച്ചത്, വഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസ വഈസ. ഇപ്പോ താങ്കളോടും നാം ഉപദേശിക്കുന്നു, അതായത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും നാം ഉപദേശിക്കുന്നു. നേരത്തെ ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം ഇവരോടൊക്കെ നാം ഉപദേശിച്ച കാര്യം ഇത് തന്നെയായിരുന്നു. അനഖീമുദ്ദീന, അള്ളാഹുവിൻ്റെ ദീനിനെ നിലനിർത്തുക എന്നതാണ് ആ ഉപദേശം. വലാ തതഫറഖു ഫീ, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്നതാണ് ആ ഉപദേശം. അപ്പോൾ ഇഖാമത്തുദ്ദീൻ അത് തന്നെയാണ് തൗഹീദിൻ്റെ സംസ്ഥാപനം എന്ന് പറയുന്നത്. ചില വിശ്വാസികൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇസ്ലാമിൻ്റെ പ്രവാചകൻ, അദ്ദേഹം മാത്രമാണ്, അദ്ദേഹത്തിന് മുമ്പ് ലോകത്ത് ഇസ്ലാം ഇല്ലായിരുന്നു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇസ്ലാമിനെ കൊണ്ടുവന്നത് എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്കിടയിൽ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ ഈ ഓതി വച്ച ആയത്തിൽ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു പറയുന്നത്. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ഈ ദീൻ എന്നത് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരൊക്കെയും പ്രബോധനം ചെയ്ത അതേ ദീനാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട 1-2 പ്രവാചകന്മാരെ എടുത്തു പറഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാം,
ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം. ഇവരൊക്കെ ഏതൊരു ദീനാണോ പ്രബോധനം ചെയ്തത് അതേ ദീൻ തന്നെയാണ് നാം താങ്കൾക്കും ഉപദേശിക്കുന്നത്. അവിടെ താങ്കൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുൻ കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് നിയമമാക്കിയ, അതാണ് ശറഅ എന്ന വാക്കിന്റെ അർത്ഥം, ശരീഅത്താക്കിയ, നിയമമാക്കിയ അതേ ദീൻ തന്നെയാണ് താങ്കൾക്കും നിയമമാക്കി തന്നിട്ടുള്ളത്. പുതിയ ഒരു മതം പഠിപ്പിക്കാൻ വേണ്ടിയല്ല മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് എന്നർത്ഥം. മുൻ കഴിഞ്ഞു പോയ പ്രവാചകന്മാർ ഏതൊരു മതത്തെയാണോ പ്രബോധനം ചെയ്തത് അതേ മതത്തെ തന്നെ പുതിയ കാലഘട്ടത്തിൽ പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഭൂമിയിലേക്ക് പ്രവാചകനായിട്ട് അയച്ചത്. ഈ ആയത്തിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്നത്, ഓരോ വിശ്വാസികൾക്കും ലക്ഷ്യമുണ്ട്. കുറച്ച് ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രം പോരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള ലക്ഷ്യമെന്നത്, അഥവാ ദുനിയാവിൽ അവർ പൂർത്തീകരിക്കേണ്ട ലക്ഷ്യമെന്നത് തൗഹീദിന്റെ സംസ്ഥാപനമാണ്. അതാണ് ഇവിടെ അഖീമുദ്ദീൻ, ദീനിനെ നിങ്ങൾ പൂർത്തീകരിക്കണം എന്ന് അല്ലാഹു പറയുന്നത്. അപ്പൊ തൗഹീദിനെ സ്ഥാപിക്കുക എന്നത് സത്യവിശ്വാസികളുടെ ഈ ലോക ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇനി എന്താണ് ഈ തൗഹീദ് എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെയും പലപ്പോഴായി കേൾക്കുന്ന ഒരു അറബി പദപ്രയോഗമാണ് തൗഹീദ്. അതിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം ഏകദൈവത്വം എന്നാണ്. നമ്മൾ അതിനെ മറ്റൊരു അർത്ഥത്തിൽ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യൻ ഇല്ല. അതിൻ്റെ മറ്റൊരു പേരാണ് തൗഹീദ് എന്നത്, ഏകദൈവത്വം. ഇത് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട അടിത്തറയാണ്, സവിശേഷതയാണ്. ഈ തൗഹീദിനെ പണ്ഡിതന്മാർ 3 രൂപത്തിലാണ് തിരിച്ചിട്ടുള്ളത്. അതിലൊന്ന് തൗഹീദുർ റുബൂബിയ്യ എന്ന പേരിലാണ്. അതിന്റെ ആശയം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടാവ്, അല്ലാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ പരിപാലകൻ, അല്ലാഹുവാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ, അല്ലാഹുവാണ് സകല സൃഷ്ടിജാലങ്ങൾക്കും അന്നം നൽകുന്നവൻ, അത് അല്ലാഹു മാത്രമാണ് എന്ന വിശ്വാസം. അതാണ് തൗഹീദുർ റുബൂബിയ്യ. അല്ലാഹുവിന്റെ കൂടെ മറ്റാരും പങ്കില്ല. അഥവാ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ, പ്രപഞ്ചത്തെ മാത്രമല്ല സകല മനുഷ്യരെ മാത്രമല്ല സകല ജീവജാലങ്ങളെയും, എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്, എല്ലാത്തിൻ്റെയും പരിപാലകൻ, എല്ലാത്തിൻ്റെയും അന്നദാതാവ്, എല്ലാത്തിൻ്റെയും നിയന്താവ് അല്ലാഹു മാത്രമാണ് എന്ന വിശ്വാസം. ആ വിശ്വാസത്തെയാണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് തൗഹീദിനെ വിഭജിച്ചത് തൗഹീദുൽ ഉലൂഹിയ്യ എന്ന പേരിലാണ്. ഉലൂഹിയ്യ എന്ന് പറഞ്ഞാൽ ആരാധനയുമായി ബന്ധപ്പെട്ടതാണ്. ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും നിയന്താവും അന്നദാതാവും പരിപാലകനും ഏകനായ അല്ലാഹു മാത്രമാണെങ്കിൽ ആ അല്ലാഹു മാത്രമാണ് ആരാധ്യൻ. ആ അല്ലാഹുവിന് വേണ്ടി മാത്രമാണ് സകല നേർച്ചകളും. ആ അല്ലാഹുവിനെ മാത്രമാണ് അനുസരിക്കേണ്ടതും. അപ്പൊ അനുസരണം, നമ്മുടെ പ്രാർത്ഥനകൾ, ആരാധനകൾ എല്ലാം ആ അല്ലാഹുവിന് മാത്രം എന്ന വിശ്വാസം, അതാണ് തൗഹീദുൽ ഉലൂഹിയ്യ. അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്ക് ഈ പ്രാർത്ഥന അദ്ദേഹത്തോട് പാടില്ല. കാരണം സൃഷ്ടാവല്ല, നിയന്താവല്ല. അതുകൊണ്ട് തൗഹീദുൽ ഉലൂഹിയ്യ. മൂന്നാമത്തെ തൗഹീദിന്റെ ഒരു ഭാഗമാണ് തൗഹീദ് അസ്മാഉ വസിഫാത്ത്.
അള്ളാഹുവിന് ചില ഗുണഗണങ്ങളൊക്കെയുണ്ട്. അള്ളാഹുവിന്റെ സത്തയുണ്ട്, അള്ളാഹുവിന്റെ ഗുണമുണ്ട്, അള്ളാഹുവിന്റെ സവിശേഷതകളുണ്ട്. ഇതൊന്നും മറ്റാർക്കും ചേരുകയില്ല. മറ്റാർക്കും അതൊന്നും ചേർത്തു വയ്ക്കാനായിട്ട് പാടുള്ളതല്ല എന്ന വിശ്വാസത്തിന്റെ ഭാഗമാണ് തൗഹീദ് അസ്മാഇ വസിഫ. ഇങ്ങനെ 3 രൂപത്തിലാണ് തൗഹീദിനെ വേർതിരിച്ചിട്ടുള്ളത്. മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ, പണ്ഡിതന്മാർ 3 രൂപത്തിൽ തൗഹീദിനെ വേർതിരിച്ചു വച്ചിരിക്കുന്നു. ഇതെല്ലാം ചേർന്ന ഒരു പദപ്രയോഗമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഈ തൗഹീദിനെ അഥവാ ഏകനായ അള്ളാഹു, ആ അള്ളാഹുവിനെ സൃഷ്ടാവായിട്ട്, നിയന്താവായിട്ട്, അന്നദാതാവായിട്ട്, ആരാധ്യനായിട്ട്, ഈ മഹാപ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉടമസ്ഥനായിട്ട്, നിയമ നിർമ്മാതാവായിട്ട് കാണുക എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന തൗഹീദ് എന്ന് പറയുന്നത്, ഏകദൈവത്വം എന്ന് പറയുന്നത്. ആ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക എന്നതാണ് സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ ലക്ഷ്യവും പ്രത്യേകതയും. നമസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥനയിൽ ഈ പറഞ്ഞ സംഗതികളൊക്കെ നമ്മൾ അള്ളാഹുവോട് പറയുന്നുണ്ട്. വജ്ജഹതു വജ്ഹിയ ലില്ലദി ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ നിയന്താവായ അള്ളാഹുവേ, നിന്റെ മുന്നിലേക്ക് ഞാനിതാ തിരിഞ്ഞു നിൽക്കുന്നു. ഇന്ന സ്വലാത്തി, എൻ്റെ പ്രാർത്ഥനകൾ, വ നുസുക്കി, എൻ്റെ അധ്വാന പരിശ്രമങ്ങൾ, വ മഹിയായ, എൻ്റെ ജീവിതം, വ മമാത്തി, എൻ്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാം നിനക്ക് വേണ്ടി മാത്രമാണ്. ഞാൻ ബഹുദൈവ ആരാധകരിൽപ്പെട്ടവനല്ല. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ബഹുദൈവ ആരാധകരിൽപ്പെട്ടവനല്ല. വമാ അന മിനൽ മുസ്ലിമീൻ, ഞാൻ നിന്നെ മാത്രം അനുസരിച്ച് നിനക്ക് വഴിപ്പെട്ട് നിന്റെ അടിമയായി നിനക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരിൽ പെട്ടവനാണ് ഈ ഞാനും എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കാരത്തിൽ കൈകെട്ടി പ്രാരംഭ പ്രാർത്ഥനയിൽ നമ്മൾ ഈ പറയുന്നത് തൗഹീദിന്റെ വർത്തമാനമാണ്. അവിടെ ഇന്ന സ്വലാത്തി വ നുസുക്കി എന്ന പ്രയോഗം എൻ്റെ ജീവിതം മുഴുവൻ സമ്പൂർണമായ സമർപ്പണമാണ്. അങ്ങനെ സമർപ്പിക്കലാണ് ഇസ്ലാം. ഏകനായ അള്ളാഹുവിന് സമ്പൂർണമായി ജീവിതത്തെ സമർപ്പിക്കലാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇതാണ് തൗഹീദ്. ഇത് മാത്രമല്ല തൗഹീദ്, അഥവാ ഏകനായ അള്ളാഹുവിനെ ഏകനായി തന്നെ അംഗീകരിക്കൽ, അവന്റെ കൽപ്പന പ്രകാരം ജീവിക്കൽ, അത് മാത്രമല്ല തൗഹീദ്. തൗഹീദിന്റെ ഭാഗമായിട്ട് വിശുദ്ധ ഖുർആനിൽ ഇനിയും ചില കാര്യങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നന്മ കൽപ്പിക്കലും തിന്മ തടയലും. മുസ്ലിം സമുദായത്തിന്റെ ഉത്തരവാദിത്വമായിട്ട് തന്നെ അള്ളാഹു അത് പറയുന്നു. കുന്തും ഖൈറ ഉമ്മത്ത്, മുസ്ലിം സമുദായത്തോടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ ഉത്തമ സമൂഹമാണ്, ഏറ്റവും ശ്രേഷ്ഠരായ വിഭാഗമാണ് നിങ്ങൾ. ഉഖ്രിജത് ലിന്നാസ്, സകല മനുഷ്യരെക്കാളും, എല്ലാ മനുഷ്യരെക്കാളും ഉത്കൃഷ്ടരായ ഒരു വിഭാഗമാണ് നിങ്ങളാകുന്ന മുസ്ലിങ്ങൾ. നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കണം. വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ തിന്മയെ തടയണം. സമൂഹത്തിൽ നന്മ കൽപ്പിക്കുക, തിന്മ തടയുക എന്ന ഉത്തരവാദിത്വം ഈ തൗഹീദിന്റെ ഭാഗം തന്നെയാണ്. കാരണം അള്ളാഹു അത് പറഞ്ഞിരിക്കുന്നു. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകനായ റബ്ബിന് വഴിപ്പെടലാണ്, ആ റബ്ബിനെ അനുസരിക്കലാണ്. അത് ആരാധനാ മേഖലയിൽ, അത് കുടുംബ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ തുടങ്ങി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അള്ളാഹ്ക്ക് വഴിപ്പെടലാണ് തൗഹീദ്. ആ അള്ളാഹുവാണ് പറയുന്നത് സാമൂഹ്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലുമൊക്കെ തിന്മ തടയുക, നന്മയുടെ വക്താക്കളാവുക. ഇതാണ് മുസ്ലിം സമുദായത്തിന്റെ ഉത്തരവാദിത്വം എന്ന് അള്ളാഹു പറയുന്നു. ആ ഒരു പ്രവൃത്തി ചെയ്യലും തൗഹീദിന്റെ ഭാഗമാണ്. അതേപോലെ നീതി സ്ഥാപിക്കുക എന്നതും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാഇൽ 135-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്, നിങ്ങൾ നീതിക്ക് വേണ്ടി ഉറച്ചു നിലകൊള്ളുക.
ശുഹദാ ലില്ലാ, അള്ളാഹുവിന് സാക്ഷികളായിക്കൊണ്ട്, വലൗ അലാ അൻഫുസിക്കും, അത് നിങ്ങൾക്കെതിരാണെങ്കിലും, അവിൽ വാലിദൈനി, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എതിരാണെങ്കിലും, വൽ അഖ്റബീന, നിങ്ങളുടെ അടുത്ത കുടുംബ ബന്ധുമിത്രാദികൾക്ക് എതിരാണെങ്കിലും, ഈ യകുൻ ഗനിയ, അവർ സമ്പന്നരാകട്ടെ, ഔ ഫഖീറ, അവരൊക്കെ പാവപ്പെട്ടവരാകട്ടെ, ആരാണോ അനീതി ചെയ്യുന്നത്, ആ അനീതിക്കെതിരെ നീതിയുടെ പക്ഷം നിങ്ങൾ പിടിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അതും തൗഹീദിന്റെ ഭാഗമാണ്. അപ്പൊ ശിർക്ക് ഇല്ലാതാവുക, അന്ധവിശ്വാസ അനാചാരങ്ങൾ ഇല്ലാതാവുക, അതുമാത്രമല്ല തൗഹീദിന്റെ ഭാഗം, മറിച്ച് സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നീതി സ്ഥാപിക്കലും, സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നന്മ സ്ഥാപിക്കലും തിന്മ തടയലും ഈ തൗഹീദിന്റെ ഭാഗമായിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നു. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ കഴിഞ്ഞ 2 ഖുതുബകളിൽ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്ത ആ ചരിത്രം പറയുകയുണ്ടായി. ആ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്തത് ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല. അതിൻ്റെ പുറകിൽ ഒരു വലിയ ലക്ഷ്യം പ്രവാചകർക്കും സ്വഹാബിമാർക്കും ഉണ്ടായിരുന്നു. ആ ലക്ഷ്യം എന്നത് നീതി സ്ഥാപിക്കലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം നിങ്ങളെ കേൾപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലായനം ചെയ്യുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് കൂടെയുള്ളത്. ഒട്ടകത്തിന്റെ പുറത്ത് അവരിങ്ങനെ മാറി മാറി സഞ്ചരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസിന് 100 ഒട്ടകമാണ് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഥവാ ജീവനോടെ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊന്നിട്ട് പിടികൂടിയാൽ, ആരാണോ പിടികൂടിയത് അവർക്ക് 100 ഒട്ടകമാണ് പ്രതിഫലം. ശത്രുക്കൾ കാണാതെ പ്രവാചകരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മറ്റൊരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഈ ഒരു സംഭവത്തെ സുറാക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. സുറാക്ക റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഈ സംഭവത്തെ, അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുകയാണ്. അന്ന് അദ്ദേഹം സത്യനിഷേധിയായിരുന്നു, ബഹുദൈവ ആരാധകനായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പ്രവാചകനെ തേടി നടക്കുകയാണ്. എവിടെയാണ് പ്രവാചകൻ? ആ പ്രവാചകനെ പിടിച്ചു കൊടുത്താൽ 100 ഒട്ടകമാണ് എനിക്ക് പ്രതിഫലം കിട്ടുക. ആ സമ്പത്ത് ആഗ്രഹിച്ചുകൊണ്ട് പ്രവാചകനെ അന്വേഷിച്ചുകൊണ്ട് നടക്കെ ഞാൻ പ്രവാചകരെ കണ്ടുമുട്ടി. എൻ്റെ കുതിരയെ ഞാൻ പ്രവാചകന്റെ നേരെ തിരിച്ചുവിട്ടു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയപ്പോ എൻ്റെ കുതിരയുടെ കാലുകൾ അവിടെ പൂണ്ടുപോയി. കുതിര ചലിക്കുന്നില്ല. ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും കുതിര അതിൻ്റെ കാലുകളെ പുറത്തെടുക്കാൻ അതിന് സാധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. എനിക്ക് ബോധ്യപ്പെട്ടു, എനിക്ക് പ്രവാചകരെ പിടിക്കാൻ സാധ്യമല്ല. എന്തോ ഒരു അത്ഭുതകരമായ സിദ്ധി പ്രവാചകർക്കുണ്ട്. ആരൊക്കെയോ ഈ പ്രവാചകരെ സഹായിക്കുന്നുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിക്കുകയാണ്, അല്ലയോ സുറാക്ക, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ ശിരസാണ് വേണ്ടത്. ഞാൻ സമ്പത്ത് ആഗ്രഹിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് പേർഷ്യൻ ചക്രവർത്തി അദ്ദേഹം അണിഞ്ഞിരിക്കുന്ന അധികാരത്തിന്റെ ചിഹ്നമായ ആ കിസ്റയുടെ ആ വളകൾ നിനക്ക് വേണ്ടതുണ്ടോ? അത് നിന്റെ ഈ കയ്യിലേക്ക് ഇട്ടാൽ എങ്ങനെയിരിക്കും? ഞാൻ ആകപ്പാടെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒന്നുമില്ലാതെ പലായനം ചെയ്യുന്ന ഒരു മനുഷ്യൻ ഏത് നിമിഷവും പിടിക്കപ്പെടാം, ഏത് നിമിഷവും അദ്ദേഹം കൊല്ലപ്പെടാം. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എന്നോട് പറയുകയാണ്, പേർഷ്യൻ ചക്രവർത്തി, അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ സ്ഥാനത്തിന്റെ പേരാണ് കിസ്റ. ആ കിസ്റയുടെ കൈകളിൽ അണിയുന്ന അധികാരത്തിന്റെ ചിഹ്നമായ വള എൻ്റെ കയ്യിൽ അണിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്ന് എന്നോട് ചോദിക്കുകയാണ്. ഇദ്ദേഹത്തിന് എന്താണ്, ഭ്രാന്താണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. പക്ഷേ എനിക്ക് രക്ഷപ്പെടണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരാറ് പത്രം എഴുതി, അതായത് ആ വളകൾ നിന്റെ കൈകളിൽ അണിയിക്കപ്പെടും. ആ കരാറ് പത്രം എഴുതി എനിക്ക് തന്നു. ഞാൻ എങ്ങനെ പ്രവാചകരെ ഉപദ്രവിക്കാതെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചുപോയി. സുറാക്ക അദ്ദേഹത്തിന്റെ അനുഭവമാണ് ഇവിടെ പങ്കുവച്ചത്. പിൽക്കാലത്ത് സുറാക്ക ഇസ്ലാം സ്വീകരിക്കേണ്ടായി.
അങ്ങനെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം എത്തിയപ്പോഴാണ് ഈ പേർഷ്യ ഇസ്ലാമിന് കീഴിലേക്ക് വന്നത്. അന്ന് ആ കൈവളകൾ സുറാക്കയുടെ കൈകളിൽ ഉമർ റളിയല്ലാഹു അൻഹു അണിയിക്കുന്നുണ്ട്. ഇത് നബി അന്ന് എഴുതിയ കരാറ് പത്രമാണ്. അതുകൊണ്ട് വാക്ക് പാലിച്ചേ പറ്റൂ, കരാറ് പാലിച്ചേ പറ്റൂ. സുറാക്ക നിറമിഴികളോടെ ആ വളകൾ അണിയുന്നുണ്ട്. ഇതൊരു ചരിത്രമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നു, ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിന്റെ ക്രൂരത, ആ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്ക, ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരകൃത്യങ്ങൾ ഇത് അവസാനിക്കണം, ഇത് ഇല്ലാതാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യ സമൂഹത്തിൽ മഹാഭൂരിപക്ഷവും. നമ്മളത് ഫുട്ബോളിൽ വരെ കാണുന്നുണ്ട്, വേൾഡ് കപ്പിൽ വരെ കാണുന്നുണ്ട്. പലയിടത്തും ഫലസ്തീൻ പതാകകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീതിയുടെ ഒരു ശബ്ദം നമ്മൾ അവിടെ കേൾക്കുന്നുണ്ട്. വലിയ പ്രഗത്ഭരായ കളിക്കാർ വരെ ഫലസ്തീനിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നു. അപ്പോൾ നീതി എന്ന് പറയുന്നത് ഫലസ്തീന്റെ ഒപ്പമാണ് എന്ന് മഹാഭൂരിപക്ഷവും തെളിയിച്ചിരിക്കുന്നു. അഥവാ ഇസ്രായേലിന്റെ ക്രൂരതകൾ, അമേരിക്കയുടെ ക്രൂരതകൾ അവസാനിക്കണം, ലോകത്തെ സമാധാനം സ്ഥാപിക്കപ്പെടണം എന്ന് തന്നെയാണ് അധിക മനുഷ്യരും ആഗ്രഹിക്കുന്നത്. മനസ്സിന്റെ ഉള്ളിൽ നീതിബോധമുള്ള സകല മനുഷ്യരുടെയും ചിന്ത അങ്ങനെയാണ്. ഇതായിരുന്നു മഹാനായ പ്രവാചകൻ എന്ന് പലായനം ചെയ്യുമ്പോൾ അന്നത്തെ രണ്ട് വലിയ സാമ്രാജ്യ ശക്തികളാണ് പേർഷ്യ, റോം. ഈ റോം അഥവാ ഈ പേർഷ്യ, ഇവരുടെ ക്രൂരതകൾ അവസാനിക്കണം. ഇവരെ അധിനിവേശം ചെയ്ത് കോളനികളാക്കി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചെറിയ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണം. ഇത് നബിയുടെ ആഗ്രഹമായിരുന്നു. വലിയ സാമ്രാജ്യമായ പേർഷ്യ തകരണം. അതേപോലെ റോമ എന്ന് പറയുന്ന ഇന്നത്തെ അമേരിക്ക പോലെ, ഇസ്രായേൽ പോലെ ലോകത്തിന് ഭീഷണിയായി, നീതിക്ക് ഭീഷണിയായി നിലകൊള്ളുന്ന രണ്ട് രാജ്യങ്ങൾ. ആ രണ്ട് രാജ്യങ്ങളാണ് മഹാഭൂരിപക്ഷം വരുന്ന രാജ്യങ്ങളെയും അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കോളനികളായിട്ട് അടിമകളെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു ചെറു രാജ്യങ്ങൾ, അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം. ഇതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിബോധം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചിന്തിച്ചുവെങ്കിൽ, അങ്ങനെ ചിന്തിക്കൽ സുന്നത്തിന്റെ ഭാഗമാണ്. എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഏത് രൂപത്തിലാണ് ചിന്തിച്ചത്, ആ ചിന്തയും സുന്നത്തിന്റെ ഭാഗമാണ്. പ്രവാചകൻ നഖം മുറിച്ച പോലെ നഖം മുറിക്കൽ മാത്രമല്ല സുന്നത്ത്. പ്രവാചകൻ തൊപ്പി വെച്ച പോലെ, താടി വെച്ച പോലെ താടി വയ്ക്കൽ മാത്രമല്ല സുന്നത്ത്. എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാമൂഹ്യ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ചിന്തകളും സ്വപ്നങ്ങളും, ആ സ്വപ്നങ്ങൾ അതേപോലെ സ്വപ്നം കാണൽ, നീതി രഹിത സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നീതിയുടെ ശബ്ദമാവുക, അതാണ് വിശുദ്ധ ഖുർആനിലെ ആയത്ത്. വിശ്വാസികളെ, കൂനു ഖവ്വാമീന ലില്ലാഹ് ശുഹദാ ബിൽ ഖിസ്ത്, അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുക, നീതിയുടെ പക്ഷം പിടിക്കുക. അപ്പൊ അതും പ്രിയപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ ഭാഗമാണ്. അതും തൗഹീദിന്റെ ഭാഗമാണ്. നമ്മൾ അങ്ങനെയാണ് ചേർത്തു വച്ചാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ശിർക്ക് മാത്രം ഇല്ലാതായാൽ പോരാ, അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ മാത്രം ഇല്ലാതായാൽ പോരാ. ഇവിടെ സത്യം വരണം, ഇവിടെ നീതി സ്ഥാപിക്കപ്പെടണം, ഇവിടെ വർഗീയമായ വംശീയമായ ചിന്തകൾ ഉച്ചാടനം ചെയ്യപ്പെടണം, ഇവിടെ സമാധാനം പുലരണം. പ്രിയപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പീഡിതനായി അടികൊണ്ട് ശരീരം മൊത്തം പാട് വന്നിട്ട് അദ്ദേഹത്തെ വന്ന് കണ്ട ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞ കാര്യം ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു. ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞപ്പോൾ റസൂല് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സൻആ മുതൽ ഹദറമൗത്ത് വരെ ആരെയും പേടിക്കാതെ സഞ്ചരിക്കാൻ കഴിയുന്ന സമാധാനം നിറഞ്ഞ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടായിത്തീരും ഹബ്ബാബെ, അതുവരെ ക്ഷമിക്കൂ. അപ്പോൾ നബി സ്വപ്നം കണ്ടത് സമാധാനം നിറഞ്ഞ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ്. എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അങ്ങനെ സ്വപ്നം കണ്ടുവെങ്കിൽ, അങ്ങനെ സ്വപ്നം കാണൽ സുന്നത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതും തൗഹീദിന്റെ ഭാഗമാണ്. ഈ തൗഹീദിന് വേണ്ടി പണിയെടുക്കലാണ് മുസ്ലിം സമുദായത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, വജാഹിദു ഫില്ലാഹ് ഹഖ്ക ജിഹാദിഹി,
അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യേണ്ട വണ്ണം ജിഹാദ് ചെയ്യുക. അപ്പൊ ജിഹാദ് നമുക്ക് നിർബന്ധമാണ്. സത്യവിശ്വാസികൾക്ക് ജിഹാദ് നിർബന്ധമാണ്. ആ ജിഹാദിന്റെ ആശയം എന്താ? ഞാനീ പറഞ്ഞ കാര്യമാണ്. തെറ്റായി അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. തെറ്റായി അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. ജിഹാദ് എന്ന് പറഞ്ഞാൽ അമുസ്ലിങ്ങളെ കൊല്ലലാണ്. മുസ്ലിങ്ങളൊക്കെ ജിഹാദികളാണ്. മുസ്ലിം സമുദായത്തെ അഭിസംബോധന ചെയ്യുന്നത് ഇപ്പോൾ ജിഹാദി എന്ന പേരിലാണ്. ശരിയാണ്, നമ്മൾ ജിഹാദികളാണ്. എങ്ങനെ? അക്രമത്തെ ഇല്ലാതാക്കുക, ഏകനായ പടച്ചവനിലേക്ക് ആളുകളെ വിളിക്കുക. കാരണം അല്ലാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. മനുഷ്യരുണ്ടാക്കി വച്ച തെറ്റായ വിശ്വാസങ്ങൾ, തെറ്റായ ആചാരങ്ങൾ, തെറ്റായ സമ്പ്രദായങ്ങൾ, കുറെ മാമൂലുകൾ, അതിൽ നിന്നൊക്കെ മനുഷ്യരെ മോചിപ്പിക്കുക, യഥാർത്ഥ ദൈവത്തിലേക്ക് അല്ലാഹുവിലേക്ക് മനുഷ്യരെ കൊണ്ടുവരിക. അതിനുവേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ ജിഹാദാണ്. ലോകത്ത് ജീവിക്കുന്ന പ്രദേശത്ത് നീതിക്ക് വേണ്ടി പണിയെടുക്കുക, അതിനുവേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ ജിഹാദാണ്. വർഗീയത ഇല്ലാതാക്കാൻ പരിശ്രമിക്കുക, വംശീയത ഇല്ലാതാക്കാൻ പരിശ്രമിക്കുക. അതിനുവേണ്ടി അവൻ ചെലവഴിക്കുന്ന സമ്പത്ത്, അവന്റെ അധ്വാനം, അവന്റെ സമയം, അതൊക്കെയും ജിഹാദിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, വജാഹിദു ഫില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ. ഇവിടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറയാൻ കാരണം മറ്റൊരുപാട് ആളുകൾ ഇപ്രകാരം ജിഹാദ് ചെയ്യുന്നുണ്ട്. സത്യത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും ഒക്കെ അവർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ സത്യവിശ്വാസികളായ നിങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹുവിന്റെ പൊരുത്തവും അള്ളാഹുവിന്റെ സ്വർഗവും ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ഇപ്രകാരം ചെയ്യേണ്ടത്. മറ്റുള്ളവർക്ക് ഭൗതികമായ താല്പര്യങ്ങൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ അധികാരത്തിന് വേണ്ടി അവർ നീതിക്ക് വേണ്ടി ശബ്ദിച്ചേക്കാം. ചിലപ്പോ ഭരണം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പദവികൾ ആഗ്രഹിച്ചുകൊണ്ട് അവർ നീതിയുടെ മാർഗത്തിൽ പണിയെടുത്തേക്കാം. പക്ഷെ നിങ്ങളാകുന്ന വിശ്വാസികൾ അങ്ങനെ ആവരുത്. അതുകൊണ്ട് വജാഹിദു ഫില്ലാഹ് ഹഖ്ക ജിഹാദിഹി, അതിനുശേഷം വരുന്ന വാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹുവ ഇജ്തബാകും, അല്ലാഹു നിങ്ങളെ അതിനു വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു. സൂറത്ത് ഹജ്ജിലെ 78-ാമത്തെ ആയത്ത്. ആരെ തെരഞ്ഞെടുത്തു? നമ്മെ അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വമാണിത്. തൗഹീദുമായി ബന്ധപ്പെട്ട് ജീവിക്കുക എന്നതാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം. നമ്മുടെ കുടുംബത്തിൽ തൗഹീദ് ഉണ്ടായിരിക്കണം, വ്യക്തി തലത്തിൽ തൗഹീദ് ഉണ്ടായിരിക്കണം, കുടുംബത്തിൽ അത് സ്ഥാപിക്കണം, സമൂഹത്തിൽ അത് പ്രബോധനം ചെയ്യണം. ഈ തൗഹീദിന്റെ സമഗ്രത നിറഞ്ഞു നിൽക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. ആ മാർഗത്തിൽ മരിക്കുവാൻ വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്യണം. ഇതാണ് സത്യവിശ്വാസികളുടെ കടമ, ഉത്തരവാദിത്വം, പ്രധാനപ്പെട്ട കടമ. ബാക്കിയുള്ള അവന്റെ കച്ചവടം, അവന്റെ ദുനിയാവ്, അവന്റെ സമ്പത്ത്, അവന്റെ മറ്റേത് ഭൗതിക ജീവിതമാകട്ടെ, ഇതിന് ശേഷമേ വരാവൂ. ഈ ജിഹാദ് ചെയ്യാതെ മറ്റൊന്നിലേക്കും അവർ ഏർപ്പെടാനേ പാടില്ല. ബാക്കിയുള്ളതെല്ലാം അതിന്റെ താഴെയാണ് വരാവൂ. ഹുവ ഇജ്തബാകും, അല്ലാഹു നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ജിഹാദ് അഥവാ ഈ തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു ജീവിത സംസ്കാരത്തെ വളർത്തിയെടുക്കുക. തൗഹീദിനെ സംബന്ധിച്ച് സമഗ്രമായി പറയേണ്ട ഒരു വിഷയമാണെങ്കിലും 1-2 പോയിന്റുകൾ മാത്രമേ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കാൻ നാം ഏവരെയും പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.